അപ്പോൾ കണ്ണൂർ കൊല്ലം ജില്ലയിലെ LDC 2024 ചോദ്യപേപ്പറാണ്. ഞാൻ ആൻസർ കീയാണേ. നമുക്ക് ആൻസർ കീ നോക്കിയിട്ട് അവസാനം അതിന്റെ അനാലിസിസ് നടത്താം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം മാലിദ്വീപാണ്. ആ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലരെങ്കിലും അതിനകത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അല്ലാത്തവർ ഇറാനൊക്കെ എഴുതിയവരുണ്ടാവും, മിക്കവാറും തെറ്റും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ കോഡ് A ആണ് പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അല്ലെ, ആ ഒരു ഗ്രന്ഥം കാണുന്നത് നമുക്ക് കിട്ടും. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. അതിന്റെ ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. സർദാർ പട്ടേൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ബാക്കി വായിക്കാൻ പോലും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ VP മേനോനാണ്. ആരാണ്? VP മേനോനാണ്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്, ബ്രസൽസ്, ബെർലിൻ, ജനീവ. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ A കോഡ് കിട്ടിയവർക്ക് ഒരു സന്തോഷമൊക്കെ കാണുമോ? ക്വസ്റ്റ്യൻ കാണുമോ? ആദ്യം നല്ല സന്തോഷമാണ് അല്ലെ, പിന്നീട് അങ്ങോട്ട് കുറച്ച് സന്തോഷം ഇല്ലാണ്ടാവുന്നുണ്ട്. നമുക്ക് നോക്കാം. നോക്കൂ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം കേട്ടുന്ന വൈകുണ്ഠസ്വാമിയാണല്ലോ അല്ലെ, അയ്യങ്കാളിയാണ് കൊടുത്ത തെറ്റാണ്. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദനാണല്ലോ, ശരിയാണല്ലോ അല്ലെ. സഹോദര സംഘം ആരാണ് കൂട്ടുകാരെ? ശ്രീനാരായണ ഗുരു, തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. യോഗക്ഷേമ സഭ ആരാണ്? VT ഭട്ടതിരിപ്പാടാണല്ലോ. അപ്പൊ ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ 2ഉം 4ഉമാണ്. 2ഉം 4ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് 2ഉം 4ഉം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. മൗണ്ട് ബാറ്റൺ പദ്ധതിയെ കുറിച്ച് നന്നായിട്ട് തന്നെ പഠിച്ചവർക്ക് ഇത് കിട്ടത്തുള്ളൂ. കാരണം ഈ ചോദ്യം ഒരു പക്ഷേ ലോജിക്ക് വെച്ചൊക്കെ കണക്ട് ചെയ്ത് കിട്ടും. പക്ഷെ മിക്കവാറും ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് വായിച്ച് നോക്കുമ്പോൾ ഡൗട്ട് ഒക്കെ വരും. നോക്കൂ, മൗണ്ട് ബാറ്റൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യയും പാകിസ്ഥാനും അല്ലെ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നത് ശരിയാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ പഞ്ചാബും ബംഗാളും എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷൻ നിയമിക്കും. ഇതായിരിക്കും മിക്കവാറും ആളുകൾക്ക് അറിയുന്നത്. ഓക്കെ, രണ്ടാമത്തത്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സിയും ഡിയും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗട്ട് ഉള്ളത് ഓപ്ഷൻ എയോ ബിയോ എന്നായിരിക്കും. അതിനകത്ത് എത്ര പേര് ശരിയാക്കി തന്നെ അറിയത്തില്ല. നോക്കൂ, ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. അതൊരു കേൾക്കുന്ന ലോജിക്കിന് ഒരു പ്രശ്നമുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണെന്ന് നമ്മൾ എവിടെയും കേൾക്കാത്തൊരു സാധനം പോലുണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ A ആണ് ഇതിന്റെ ഉത്തരമായിട്ട് ഇപ്പം പറയുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആൻസർക്ക് നോക്കാട്ടോ. ഓക്കെ, അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇനി നോക്കൂ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയൊക്കെ ആൻസർക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഞാനാണ് രാഷ്ട്രം. ഇത് പരീക്ഷ ആണെന്ന് ഉറപ്പായിട്ട് മിക്കവാറും തെറ്റും. കാരണം എന്താ അറിയോ? ലൂയി 14 നമ്മളെ മനസ്സിലുണ്ടാവും. 10 എന്നുള്ളതുകൊണ്ട് നമുക്ക് 14 എന്ന് വായിക്കും. ഇത് 11 ഇവിടെ കൊടുത്തത്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഞാനാണ് രാഷ്ട്രം. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. എല്ലാവർക്കും അറിയാം. 14 പറഞ്ഞു ഞാനാണ് രാഷ്ട്രം എന്ന്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാരാണ്? ലൂയി 15. നമുക്ക് അറിയുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തോടെയും ഞാൻ നിങ്ങൾക്കറിയാം ടെലഗ്രാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ അല്ലെ. ഇടക്കിടക്ക് പറയുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ മേരി ആന്റോണിയേറ്റ്. അതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. അപ്പൊ 2ഉം 3ഉം പ്രസ്താവന ശരിയായതാണ്. 2ഉം 3ഉം ഓപ്ഷൻ B ആണ്. 2ഉം 3ഉം ശരിയാണ്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥിരം GK ചോദ്യമാണ്. ഗോദാവരിയാണ് അല്ലെ. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിൽ, ലണ്ടനും പാരീസും കൊടുത്തിട്ടുണ്ട്. ഗ്രീൻവിച്ച് ആണ്. അപ്പൊ അത് നമ്മൾ സാധാരണ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ പറയുമ്പോൾ ഗ്രീൻവിച്ചിനെ കുറിച്ച് പറയുന്നതാണ്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ്? ഗ്രീൻവിച്ച് നഗരത്തിലൂടെയാണ് അല്ലെ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് കൂടി നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ശേഷം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഓർമ്മയായിട്ടുള്ള കമ്പയർ സ്റ്റഡി ഗ്രൂപ്പിനകത്ത് എന്തായിരുന്നു പറഞ്ഞത്? അവിടെ ആ കോഡ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് പറഞ്ഞു. ഒഡീഷ അതിനകത്ത് വരില്ല. എല്ലാവർക്കും അറിയാം, സിമ്പിൾ ചോദ്യമാണ്. എൽനിനോയെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം, പക്ഷേ സ്ഥലം ഒന്നും പറഞ്ഞില്ല എങ്കിലും എൽനിനോയെ കുറിച്ച് പറഞ്ഞിരുന്നു. എൽനിനോ പ്രതിഭാസം കൂട്ടുകാർക്ക് അറിയാം, PYQ ആണ്. തെക്കേ അമേരിക്കയാണ് അല്ലെ. തെക്കേ അമേരിക്കയിലാണ്. എത്ര പേര് ശരിയാക്കി? ചിലർക്ക് അത് വടക്കേ അമേരിക്ക ഒക്കെ എഴുതിയിട്ടുണ്ടാവും. തെക്കേ അമേരിക്കയിലാണ് എൽനിനോ പ്രതിഭാസം. ഓക്കെ, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ഒട്ടുമിക്ക ആളുകൾക്ക് ശരിയാവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വടക്കൻ സമതലത്തിലെ വേനൽക്കാലത്ത് ഏതാണ്? വേനൽക്കാലത്ത് ലൂ ആണ്. ഏതാണ്? ലൂ ആണ്. ഓക്കെ, അത് ഈ പറയുന്ന ശ്രദ്ധിക്കണം കൂട്ടുകാരെ. അതായത് തെക്കേ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വടക്കേ അമേരിക്ക, ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ അങ്ങനെ കൊടുത്ത ഓപ്ഷനിലാണ് തെക്കേ അമേരിക്ക വരുന്നത് കേട്ടോ. ഓക്കെ, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്?
ലു ആണ് വേനൽക്കാലത്ത് ഈ പറയുന്ന വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ലു. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? എല്ലാവർക്കും അറിയുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ നമ്മുടെ കുതിരാൻ തുരങ്കം അല്ലെ, തൃശ്ശൂർ ജില്ലയിലാണ്. 1900 നോക്കൂ, നല്ലൊരു ചോദ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ചോദ്യമാണ്. ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. കൊല്ലം, കണ്ണൂർ ജില്ലക്കാരെ സംബന്ധിച്ച് എക്കണോമിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള ഘട്ടക്കാർക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെയുള്ള ക്ലാസ്സുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം, ഈ ഒരു വീഡിയോക്ക് ശേഷം പറയാം കേട്ടോ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കുന്നുണ്ട്. ഇത് ഉത്തരമായിട്ട് വരിക വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് കേട്ടോ. ഉത്തരം മിക്കവാറും ആളുകൾ സ്കിപ്പ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഹരിത വിപ്ലവത്തിന്റെ വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇത് ചോദ്യം വായിക്കുമ്പോൾ കിട്ടും. ഇത് നമ്മൾ പഠിച്ചില്ല എങ്കിലും ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ് ഇതൊക്കെ ഓക്കെയാണ്. എന്നാൽ ഗ്രാമീണ അസമത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പൊരുത്തക്കേട് കാണാൻ പറ്റും. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാണ് ഗ്രാമീണ അസമത്വം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ലോജിക്കലി അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ. നോക്കൂ, ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ. ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതെല്ലാമാണ്? ഇപ്പോ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, അതൊരു പോയിന്റ് ആയിട്ട് ഒരു പക്ഷേ ഇതും ലോജിക്കലി ചിലരൊക്കെ ചിന്തിച്ച് ചെയ്തിട്ടുണ്ടാകും. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ പുറം കരാർ നൽകൽ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സഹായിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിക്കും. കുറഞ്ഞ വേതന നിരക്ക് അതൊരു ഘടകമാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഘടകമല്ല. അപ്പൊ 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ 15 സി ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്ത ഏതാണ്? 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം നോക്കണേ. സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെന്താണ്? സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ ശരിയായ പ്രസ്താവനയാണ്. വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ, അത് വേണമെങ്കിൽ നമുക്ക് കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. എന്നാൽ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, തെറ്റോ ശരിയോ? കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണോ കാർഷിക രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടുന്നത്? ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണോ? പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അറിയില്ല എങ്കിലും ഓപ്ഷൻ ബി തെറ്റാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി എടുക്കാം, ദേശീയ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക്. ഓക്കെ, 17ാമത്തെ ചോദ്യമാണ്. ഈ ഒരു പദ്ധതി പഠിച്ചവർക്ക് ഇത് കിട്ടത്തുള്ളൂ. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം, SWAYAM, സ്വയം എന്ന് പറയുന്ന പദ്ധതിയുടെ സവിശേഷത ഓപ്ഷൻ ഡി ആണ് വരിക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അതായത് സ്കിപ്പ് ചെയ്യാണ് നല്ലൊരു ബുദ്ധി. അറിയാത്തവർ വെറുതെ കറക്കി കുത്തണ്ട, കാരണം അത് നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? നീതി ആയോഗിനെ കുറിച്ച് ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ ഇവിടെ 18ാമത്തത് ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നുണ്ട് നീതി ആയോഗ് അല്ലെ, അതിനകത്ത് സംശയമൊന്നുമില്ല. വിദഗ്ധോപദേശ സമിതിയായി പ്രവർത്തിക്കുന്നു, അതും അറിയാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കൽ ആരുടെ പണിയല്ല? നീതി ആയോഗിന്റെ പണിയല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ്, അതും നമുക്ക് കിട്ടും. ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് അത് കിട്ടേണ്ടതാണ്. 19ാമത്തെ ചോദ്യം, ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക്സിലും ഇത്തരം പദ്ധതികളൊക്കെ നല്ല ചോദ്യങ്ങളാണ്. 19 വളരെ സിമ്പിൾ ആണ്. പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? അവിടെ ബാക്കിയുള്ള ഓപ്ഷൻ ബിയും സിയും ഡിയും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. അത് ഓപ്ഷൻ എ, അത് കാണുന്നതിന് കിട്ടും. ഓക്കെ, 20ാമത്തെ ചോദ്യം. ഇതിനകത്ത് ഞാൻ റൗണ്ട് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നല്ല ചോദ്യങ്ങളാണ്. ഇതും നല്ലൊരു ചോദ്യമാണ്. പക്ഷെ ഇതും ഒരു ലോജിക് വെച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. താഴെ പറയുന്നതിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്ന ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാല് സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടെ പറയുന്നുണ്ട്. 20ാമത്തെ ചോദ്യം അല്ലെ, വ്യവസായശാലകളിലെ തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവരോട് പ്രത്യേകിച്ചൊരു വേർതിരിവ് കാണിക്കാൻ സാധ്യതയില്ല എന്ന് പരീക്ഷ ചിന്തിക്കാൻ പറ്റണം. അത് നമ്മുടെ ഒരു കഴിവാണ്. ഭിന്നശേഷിക്കാർ വരുന്നുണ്ട്, അവർക്കും കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1, 2, 3 ഇവർക്കൊക്കെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ത് കൊടുക്കാറുണ്ട്? സൗജന്യമായിട്ടുള്ള നിയമസേവനം നൽകാറുണ്ട്. ഓക്കെ, അപ്പൊ 20 ഏതാണ് വരുന്നത്? ഓൾ ഓഫ് ദ അബോവ് 1, 2 and 3 അല്ലെ, 20 ഡി ആണ് വരുന്നത്.
ദെൻ 21 മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഇത് ഞാനിത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. കാരണം ഇതിനകത്ത് വകുപ്പ് 51A നോക്കൂ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന വകുപ്പ് 51A പ്രതിപാദിക്കുന്നു. ശരിയാണല്ലോ, അത് ശരിയാണ്. ഭാഗം 3A അത് തെറ്റാണ്. മൗലിക ചുമതല എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന 4A 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. മൗലിക ചുമതല അഥവാ കർത്തവ്യങ്ങൾ 12 എണ്ണല്ല. എത്ര എണ്ണം ഉള്ളത്? മൗലിക കർത്തവ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നതിനകത്ത് കറക്റ്റ് ഒന്ന് മാത്രമാണ് ശരി. ഒന്ന് മാത്രം എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാണ്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, സഭയിൽ പ്രധാനമായിട്ടും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. തെറ്റോ ശരിയോ? 9 കമ്മിറ്റികളാണ് പ്രധാനമായിട്ടുള്ളത്? അല്ല, തെറ്റാണ്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. ഇതിന്റെ എന്ന് പറഞ്ഞാൽ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പല കമ്മിറ്റികളും അതിന്റെ ചെയർമാൻമാരാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. 22ാമത്തത്. അപ്പൊ അത് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ 2 ശരിയാന്ന് പറഞ്ഞാൽ 2 മാത്രം ഇവിടെ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, പിന്നെ നോക്കൂ, എല്ലാം ഉണ്ട്, പിന്നെ വരുന്നത് എ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിലീഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട്, കാരണം 2 മാത്രം ശരി എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിനകത്ത് പരീക്ഷ ഹാളിന്ന് മാർക്ക് സംഘടിപ്പിക്കാൻ പറ്റും. കാരണം നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ 2 ശരി എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റൂ. കാരണം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 2 ആൻഡ് 3. ഇപ്പൊ 3 നിങ്ങൾക്ക് അറിയില്ല. സാധാരണ ഒരു ICA പഠിക്കുന്ന ഉദ്യോഗാർത്ഥി അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും കിട്ടത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അത് നമുക്ക് എന്നാലും മാർക്ക് സംഘടിപ്പിക്കാൻ പറ്റും. ഓക്കെ, 22ാമത്തത്. ദെൻ 23 ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം കമ്പേഷറി ഗ്രൂപ്പിലൊക്കെ. എന്താണ്? ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളെ എടുത്തു പറഞ്ഞിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ വരുന്നത്? സി ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 2ഉം 3ഉം അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ്. മൗലികാവകാശം എല്ലാവർക്കും അറിയാം. മൗലികാവകാശം, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ് പറയാറുണ്ട് അല്ലെ? അപ്പോ ഇവിടെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ എന്നാ കൊടുത്ത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നായിരിക്കും മിക്കവാറും നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക. അപ്പൊ 2ഉം 3ഉം ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ് കടമെടുത്തത്? കേരള PSC ഒരുപാട് തവണ ചോദിച്ചല്ലേ. നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ് കടമെടുത്തത്? അയർലാൻഡ് നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്. അയർലാൻഡ് എന്നാട്ടോ. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. നിർദ്ദേശക തത്വങ്ങൾ, ബാക്കി 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തുള്ള ആശയങ്ങൾ ഏതാണ്? ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതലുള്ളതും അമേരിക്കയും ബ്രിട്ടനുമാണ്. അപ്പോ അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറഞ്ഞത് നമുക്കൊരു ഡൗട്ട് ആയിട്ട് അവിടെ കിടക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എവിടുന്നാണ് എടുത്തത്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണം കടമെടുത്ത ആശയങ്ങൾ എന്ന് ചോദിച്ചത്. അപ്പൊ അത് എവിടുന്നാണ് എടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത് അല്ലെ? ഓക്കെ, 1. രണ്ടാമത്തതാണ് നിയമനിർമ്മാണ പ്രക്രിയ എവിടുന്നാണ് കടമെടുത്തത്? നിയമനിർമ്മാണ പ്രക്രിയ അതും ഈ പറയുന്ന ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയില് പാർലമെന്റ് സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ 2ഉം 3ഉം വരുന്നുണ്ട്. ഓക്കെ, 1ഉം 2ഉം 3ഉം ആണോ സംശയമായിരിക്കും. അവിടെ നിങ്ങൾ ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും അർദ്ധ ഫെഡറൽ എന്നൊക്കെ കേൾക്കുമ്പോൾ. ശരിക്കും അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രിട്ടൻ നല്ല നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പൊ അത് അറിയുന്നവർക്ക് ഇത് കിട്ടും. ഓപ്ഷൻ ഇവിടെ ബി ആണ് വരിക അല്ലെ? ഓക്കെ, അതുകൊണ്ടാണ് കാരണം ഫെഡറൽ സമ്പ്രദായം നമ്മൾ കാനഡ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന ഗവർണറെ കുറിച്ച് പറയുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. കാരണം മുഖ്യമന്ത്രിയും എന്താ പറയാ ഗവർണറും തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സിസ്റ്റം, അതിനാണ് ഈ ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ പറയാ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സ്ഥലത്ത് കടമെടുത്ത് നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷെ അർദ്ധ ഫെഡറൽ എന്നുള്ള പേര് ഒട്ടുമിക്ക ആളുകളും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഫെഡറൽ വ്യവസ്ഥ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കാനഡയിലേക്ക് പോകാം. അത് കാനഡയിൽ നിന്നാണ്, എവിടുന്നാണ്? ബ്രിട്ടൻ എന്നല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് പഠിച്ചോളുക. ഓപ്ഷൻ ബി ആണ് 24. 2ഉം 3ഉമാണ്. അതും നമുക്ക് പരീക്ഷയ്ക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്ത, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം. 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവനയാണോ സഞ്ചാര സ്വാതന്ത്ര്യം? ആണോ? ശരിയാണല്ലോ, സഞ്ചാര സ്വാതന്ത്ര്യം. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം.
വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം 19 വരില്ല. കാരണം വിദ്യാഭ്യാസം നമ്മൾ വിശദമായിട്ട് ഭരണഘടനയിൽ പഠിക്കുന്ന ആർട്ടിക്കിള്, അപ്പൊ അത് വരില്ല അല്ലെ. 21A വിദ്യാഭ്യാസം കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ പല സ്ഥലത്തും വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 19 പറയുന്നത് 6 പൗര സ്വാതന്ത്ര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വരില്ല. സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ 19 വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ്. എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 25 ബി ആണ്. ദെൻ 26ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നല്ലൊരു ചോദ്യമാണ് അല്ലെ. എന്താണ് വരുന്നത്? കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാണുള്ളത്. തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. അത് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. ഓക്കെ, അപ്പൊ നിലവില് എത്ര പേരുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചോദിക്കും. അത് 6 പേരാണുള്ളത്. ഓക്കെ, 6 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അപ്പൊ അത് പഠിച്ചു പോയവർക്ക് 5 എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജി എന്നുള്ളത് എന്താണ്? അതിനകത്തുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് 26ാമത്തെ നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 3ഉം. അവിടെ നിങ്ങൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. കാരണം 2 മാത്രം എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് നോക്കൂ, എക്കകത്ത് 1 ഉണ്ട്, ബിക്കകത്ത് 1 ഉണ്ട്, ഡിക്കകത്ത് 1 ഉണ്ട്. ഇങ്ങനെയാണ് പരീക്ഷ മാർക്ക് സംഘടിപ്പിക്കേണ്ടത്. പറയുന്നത് മനസ്സിലാക്കണം കൂട്ടുകാര്. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ കമ്മീഷനിൽ 5 അംഗങ്ങൾ. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം അറിയോ, ഇതിന് മാർക്ക് കിട്ടും. എന്താണ് ആ ചോദ്യം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. അപ്പൊ അടുത്ത ഘട്ടം എഴുതാൻ പോകുന്നവര് മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതിനൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പഠിക്കണം. ഇന്നത്തെ പരീക്ഷ നൽകുന്ന ലീഡ് എന്താണ്? ആ പറയുന്ന വിവരാവകാശത്തിലെ സെക്ഷനുകൾ, നിയമങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, പോക്സോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ കഴിഞ്ഞ ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സെക്ഷനുകൾ കൃത്യമായിട്ട് പഠിക്കണം, പ്രധാനപ്പെട്ടതെല്ലാം. അതിനകത്ത് അംഗങ്ങൾ എത്ര, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ ഇന്നത്തെ മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, 1 ഇതിനകത്ത് 3നകത്ത് 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. ഓക്കെ, അങ്ങനെയാണ് അതിലേക്ക് വരിക. വീണ്ടും ഇതാ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. എന്താണ് 27ാമത്തെ ചോദ്യം? കേവല ഭൂരിപക്ഷ സമ്പ്രദായം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം. പറഞ്ഞതിൽ മനസ്സിലായ ലോജിക്ക് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നോക്കിയാൽ മതി. ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം. ശരിയാണ്. കാരണം എന്താണ്? അവിടെ പല മണ്ഡലങ്ങളിൽ നിന്നും നമ്മൾ ജയിച്ചു പോകുന്ന ആളുകളാണ് അല്ലെ. കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെയല്ല നമ്മൾ തിരഞ്ഞെടുക്കുക. ഓരോ മണ്ഡലത്തിനകത്ത് 1 വോട്ടിനാണെങ്കിലും അധികം കിട്ടിയാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിള് കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് 1 വോട്ടിന് ഒരാൾ ജയിക്കുന്നു, ഒരു പാർട്ടിയുടെ ആള്. ആ പാർട്ടിയുടെ ആള് തൃശ്ശൂർ ജില്ലയില് വേറൊരു പാർട്ടിക്കാരൻ വലിയ ഭൂരിപക്ഷത്തെ പൊട്ടിക്കുന്നത് കരുതുക. അപ്പൊ നമ്മൾ വോട്ടിന്റെ എണ്ണം നോക്കിയിട്ടല്ലോ, ജയം എന്ന് പറഞ്ഞാൽ 1 വോട്ടിനാണെങ്കിൽ ജയിച്ചാൽ മതി. അപ്പൊ അങ്ങനെ സമ്പ്രദായം നോക്കുമ്പോൾ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം, ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, ലഭിക്കാം എന്ന് പറയണം. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. അതൊരിക്കലും വരില്ല. അത് കാണുന്നത് നമുക്ക് തെറ്റായ ഒരു പ്രസ്താവനയാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. നമുക്കറിയാം ഇന്ത്യയും ബ്രിട്ടൻ നേരത്തെ പറഞ്ഞത് നമ്മളെ കടമെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടനും ഇന്ത്യയും ഒക്കെ ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്. അപ്പൊ 3ാമത്തും ശരിയാണ്. അപ്പൊ 27ാമത്തെ ക്വസ്റ്റ്യൻ 1, 3 ഓപ്ഷൻ എ ആണ് അല്ലെ. 1, 3 ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. തെറ്റായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയല്ലേ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ ഞാൻ അതോടെ പെൻഡിങ്ങിൽ വെക്കാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അത് ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ നോക്കൂ, 2ാമത്തെ പ്രസ്താവന എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഇവിടെ ഓൾ ദ എബോവ് എന്ന് പറയുന്നുണ്ട്. ഓൾ ദ എബോവ് എന്ന് പറയുന്നുണ്ട്. 1, 2, 3 ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1, 3 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? 1, 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോ PSCയുടെ ഫൈനൽ ആൻസർക്ക് എന്താ വരുന്ന അറിയത്തില്ല. ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആണ് ശരിയാവുക. കാരണം അവിടെ പ്രത്യേക അധികാരം എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്ത് വരും? ഏതാണ്? 3 ശരിയാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളൊന്ന് കമന്റ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ പറയുന്ന എല്ലാ അംഗങ്ങൾക്കും ഒരേ ചുമതലയാണ്. അധികാരങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കി ചെറിയ ചെറിയ അവരുടെ സ്ഥാനത്തിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം അധികാരങ്ങളൊക്കെ കറക്റ്റ് ആണെന്നാണ്. അപ്പൊ എന്താണ്? 3 ശരിയാണ്. ഓക്കെ,
ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ രാജിവെച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ചുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പൊ അത് പേര് നമ്മൾ പറയുമ്പോൾ രാജീവ് കുമാർ മെയിൻ ആളാണ്, ബാക്കി രണ്ടാളുകളൊക്കെയാണ്. പക്ഷെ അവരുടെ അധികാരങ്ങളൊക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ദ എബോ ആയിരിക്കും കേട്ടോ. യെസ്, ഓൾ ദ എബോ ആണ്. അത് മിക്കവാറും ഞാനിപ്പോ ഡൗട്ട് അടിച്ച പോലെ പരീക്ഷ ഡൗട്ട് അടിച്ചിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി 5 വർഷത്തെ തെരഞ്ഞെടുക്കുന്നത് ശരിയായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയാണോ? ശരിയായതല്ലേ? ശരിയായതാണല്ലോ. യെസ്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ശരിയായ പ്രസ്താവനയാണല്ലോ. ശരി. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്? അല്ല. നമുക്കറിയാം, നമ്മൾ പ്രത്യേകം ഇത് പഠിച്ചിരുന്നു. ഉപരാഷ്ട്രപതിയും പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഡി ആണ് 1ഉം 2ഉം. ഭരണഘടന 73ാം ഭേദഗതികൾ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതെല്ലാം. അപ്പൊ അതുകൊണ്ട് 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റോ ശരിയോ? ശരിയായതാണ് തിരഞ്ഞെടുക്കുന്നത്. തെറ്റോ ശരിയോ? ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 73 ഒന്നാമത്തത് പഞ്ചായത്ത് രാജ് ശരിയാണ്. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ? 7 ലിസ്റ്റ്, 8 ഭാഷ, 9 ഭൂപരിഷ്കരണം, 10 കൂറുമാറ്റം, 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി എന്നാ പറഞ്ഞത്. അപ്പോ പഞ്ചായത്ത് നിന്ന് മുകളിൽ പറഞ്ഞിട്ട് താഴെ കൊടുത്തത് തെറ്റാണ്. അപ്പൊ അത് തെറ്റാണ്. ത്രിതല ഭരണ സംവിധാനത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ? കാരണം ഇവിടെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല എന്നൊക്കെ പറയുന്ന സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏതാണ്? സി ആണ് 1ഉം 3ഉം. അപ്പൊ ഇതും മാർക്ക് കിട്ടേണ്ടതാണ്. അടുത്തത് നല്ലൊരു ചോദ്യമാണ്, യാതൊരു പിടുത്തവുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഇവിടെ 3ഉം ശരിയെന്നാണ് മനസ്സിലാക്കുന്നത്. വായിച്ചു നോക്കുമ്പോൾ സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. അതൊരു ശരിയായ പ്രസ്താവനയാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് അറിയാത്തവർക്ക് ഒരു ഊഹിച്ചൊക്കെ ചിലപ്പോൾ കറക്കി കുത്തിയൊക്കെ ശരിയാക്കിയവരുണ്ടാവും. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. നല്ല രൂപത്തിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ച ഒരാൾക്ക് അത് കിട്ടും, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. രാഹുൽ നവീൻ. കാരണം ഇപ്പോ ED കുറിച്ച്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കുറിച്ച് നമ്മളിപ്പോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോ നോക്കൂ, അവിടെ ED കരുവന്നൂർ കേസ് അല്ലെ, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പഠിച്ചു പോയവർക്ക് ഇത് കിട്ടേണ്ടതാണ്. നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ഇന്ത്യ മൊത്തത്തിൽ ചർച്ചയാണല്ലോ, വലിയ ചർച്ചകളാണ്. അതിന് ദുരുപയോഗം ചെയ്യുന്നു ആ ഒരു ബോഡിയെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കുക. കറണ്ട് അഫയേഴ്സ് വായിച്ചവർക്ക് ഇവിടെ 3, പക്ഷെ എന്നാലും ബാക്കി 2 ഓപ്ഷൻ ഊഹിച്ച് ശരിയാക്കണം. അപ്പൊ എന്തായാലും ചിലരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവും. ഓൾ ദ എബോ ആണ്, 3ഉം ശരിയാണ്. നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം PSCയിൽ കണ്ട പരിചയമില്ല, എനിക്ക് വലിയ ധാരണയില്ല. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ശരിയായ പ്രസ്താവനയാണോ? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, പക്ഷെ പുള്ളിക്കാരെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണല്ലോ സത്യമായി ജയിലിൽ കൊടുക്കുക, നിയമിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് പറയുന്നത്? മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നമ്മൾ എടുത്തു പഠിക്കണം കേട്ടോ. ഇത് മുമ്പൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഓക്കെ, ഗവർണർക്ക് അങ്ങ് നിയമിക്കാൻ പറ്റില്ല. മന്ത്രിസഭയെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. അത് ശരിയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. അതും നേരത്തെ നമ്മൾ ED കുറിച്ച് പറഞ്ഞ പോലെയാണ്. കേരളത്തിന്റെ ഒരു സാമൂഹിക മണ്ഡലം ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു വർഷം, 1.5 വർഷം, 2 വർഷമായിട്ട് ഗവർണറും മന്ത്രിമാരും തമ്മിലുള്ള ഇഷ്യൂ, കോൺട്രവേഴ്സി അറിയുന്നവർക്ക്, ഇതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളവർക്ക്, പത്രമൊക്കെ വായിക്കുന്നവർക്ക് അറിയാം, കൂട്ടുത്തരവാദിത്തം ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരിക? 32, 1ഉം 2ഉമാണ്. കൂട്ടുത്തരവാദിത്തം ഉണ്ടോ മന്ത്രിസഭയ്ക്ക് ഗവർണറോട്? കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഓൾ ദ എബോ വരില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ, കമന്റ് ചെയ്യുക. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. കാരണം ഇത് വിശദമായിട്ടൊന്നും നോക്കിയിട്ടില്ല, ഇത് ഒരു ക്വസ്റ്റ്യൻ കണ്ട പാടെ മനസ്സിലാക്കി വെച്ച് പറയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. നോക്കൂ, ആരാണ് നിയമിക്കുന്നത്? ഗവർണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തെറ്റോ ശരിയോ? ശരിയായ പ്രസ്താവനയാണ്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. തെറ്റോ ശരിയോ? ഗവർണർക്ക് യാതൊരുവിധ റൈറ്റും ഇല്ല. റോഡ് മേൽ ഇരിക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ സാർ, നിങ്ങൾക്കറിയാം, പ്രശ്നമാക്കുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ആ ഭാഗം ചിന്തിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പണിയെടുത്ത് പോവാണ്. അപ്പൊ അത് തെറ്റായ പ്രസ്താവനയാണ്.
ഞാൻ പറഞ്ഞല്ലോ, കേരള പൊളിറ്റിക്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ 2-3 മാർക്ക് ഇങ്ങനെ കിട്ടും. ഉണ്ടോ? നേരത്തെ ED കുറിച്ച് നേരത്തെ തൊട്ട് മുകളിൽ ചോദ്യം, ഈ ഒരു ചോദ്യം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഭയങ്കര ടൈറ്റ് ആണ്, ഭയങ്കര പാടാന്നൊക്കെ പറയാൻ കാരണം. നമ്മൾ ഇതുവരെ ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അത് കൂട്ടുകാർക്ക് സംശയം ഉണ്ടാവില്ല അല്ലെ? നമ്മുടെ സ്റ്റേറ്റിന്റെ തലവൻ ഹെഡ് ആരാണ്? ഗവർണർ തന്നെയാണ്. അദ്ദേഹം ഈ പറഞ്ഞ റോഡിലിരുന്നാലും അദ്ദേഹം മിഠായത്തിലൂടെ നടന്നാലും ഒക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അദ്ദേഹത്തെയാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ തലവൻ അല്ലെ? അത് ആലോചിക്കുക. പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ പറയുന്ന പോലെ തന്നെ ഗവർണർ. അപ്പൊ അവിടെ 1ഉം 3ഉം ശരിയാണ് എന്ന് വെച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതും ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് പരീക്ഷ ആളെന്ന് വായിച്ചെടുത്ത് സംഘടിപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ കൂടിയാണ് കൂട്ടുകാരെ കേട്ടോ. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏതാണ്? നോക്കൂ, ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക. ഇതും വളരെ എളുപ്പത്തിൽ വായിച്ചാൽ കിട്ടും. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരിയാണ്. ശരീര താപനില നിയന്ത്രിക്കുക. ഈ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താപനിലയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്ത് അത് ഉറപ്പായിട്ടും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ്. അങ്ങനെ ഒരുപാട് എളുപ്പത്തിൽ കിട്ടുന്ന ചോദ്യങ്ങളാണ്. അടുത്ത നിങ്ങൾ പഠിക്കുക തന്നെ വേണം. കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്, പെല്ലഗ്ര, ബെറിബറി, നിശാന്തത. ഇതിനകത്തും എളുപ്പമാണ്. കാരണം പെല്ലഗ്ര എന്താന്ന് നിങ്ങൾക്കറിയാം. ബെറിബറി മാലക്കണ്ണെ, ബെറിബറി ബിയും സ്കർവി സിയും ഡീക്കണയും നമ്മൾ പാട്ട് പാടി അല്ലെ? ആണ്. അപ്പം മാലക്കണ്ണെ, ബെറിബറി ബി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിശാന്തത അല്ലെ? നിശാന്തതയും സിറോഫ്താൽമി ഇതൊക്കെ നമ്മൾ വൈറ്റമിൻസിന്റെ അഭാവം മൂലമൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അങ്ങനെയാണ് പെല്ലഗ്ര എന്തുമായി ബന്ധപ്പെട്ട? അപ്പൊ ഇവിടെ 3 നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഓസ്റ്റിയോപോറോസിസ് അറിയാത്തവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, കാൽസ്യം. ഓക്കെ, അപ്പൊ അത് കിട്ടുമല്ലോ. ദെൻ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് പണ്ട് തൊട്ടേ PS ചോദിക്കുന്ന ചോദ്യമാണ്. ഭൂമിയുടെ ശ്വാസകോശം മഴക്കാടുകളാണ് അല്ലെ? ആമസോൺ എന്നൊക്കെ പറഞ്ഞ മുമ്പ് ഒരു ഓപ്ഷൻ ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. സമുദ്രങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ട്രാൻസ് കൊഴുപ്പാണോ, പൂരിത കൊഴുപ്പാണോ, അപൂരിത കൊഴുപ്പാണോ? നല്ലൊരു ചോദ്യമാണ്. ഏതുതരം കൊഴുപ്പിനെയാണ്? അപൂരിത കൊഴുപ്പാണ് അല്ലെ? അപൂരിത കൊഴുപ്പല്ലേ? അതല്ലേ വരുന്നത്? പൂരിത കൊഴുപ്പല്ലാലോ. അപൂരിത കൊഴുപ്പിനെയല്ലേ? പൂരിത കൊഴുപ്പിനെയാണോ ആരോഗ്യകരമായ കൊഴുപ്പ് എന്ന് പറയുക? എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് എന്റെ ഒരു അറിവ് വെച്ചിട്ടാണ് നമുക്ക് പിൻ ചെയ്ത് വെക്കട്ടോ. ഓക്കെ, ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ അല്ലെങ്കിൽ സാങ്കേതികതയായ CRISPR CAS9 ഏത് മേഖലയാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? പഠിക്കാത്തവര് സ്കിപ്പ് ചെയ്യുക, വേറൊന്നും നോക്കണ്ട. ഇവിടെ ക്യാൻസർ എന്നുള്ളതൊക്കെ ചിലപ്പോൾ CAS ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ബുദ്ധിപരമായിട്ടൊക്കെ എഴുതിയവരൊക്കെ ഉണ്ടാവും. 38ാമത്തെ ചോദ്യം ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഓക്കെ, ചില ആളുകളൊക്കെ ആ പരീക്ഷ ഹാളെന്ന് ബുദ്ധിപരമായിട്ടൊക്കെ നീങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ക്യാൻസ് 9 ഇത് അറിയാത്തവർക്ക് എഴുതാൻ സാധ്യതയില്ല. അപ്പം ചിലരൊക്കെ എഴുതിയിട്ടുണ്ടാവും. എല്ലാം എന്നാൽ തെറ്റല്ല അല്ലെ? അത് ഉറപ്പായിട്ടല്ല. മനുഷ്യരിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ ഹൃദയം പഠിച്ച സമയത്ത് അയോട്ടയെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ധമനി അയോട്ടയാണ്. ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ടയാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ഏത് തരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്ത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമായിരിക്കും. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടന നമ്മൾ തിരയല്ലേ? ഇവിടെ നമ്മൾ കാണുന്നില്ല സ്ഥലം. നോക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡ് ആണ്. ജനീവയാണല്ലോ. ജനീവ ആയതുകൊണ്ട് ജനീവയാണ് സാറിന് ചോദിക്കാറ്. സ്വിറ്റ്സർലാൻഡ് ആണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയായ ഏതെല്ലാണ്? ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. നല്ലൊരു ചോദ്യമാണ് അല്ലെ? ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ടല്ലോ. ശരിയാണ്. ഓക്കെ, ഭൂമധ്യരേഖ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അത് രണ്ടും ഒത്തുപോകുമോ? രണ്ടും ഒത്തുപോകില്ല, നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. അവിടെ പരമാവധി മൂല്യം എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളാണ്. ജി അല്ലെ? ത്വരണം. അങ്ങനെയാണെങ്കിൽ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ശരിയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ? 0. അപ്പൊ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കേണ്ടത് ഇതും ശരിയാണ്. അതിനർത്ഥം C 1ഉം 3ഉം ശരിയാണ്. ഇതും കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പരീക്ഷകളിലെ ആ ഒരു സമ്മർദ്ദം മൂലം കിട്ടുമോ ഇല്ലെന്ന് സംശയമാണ്, എന്നാൽ കിട്ടേണ്ടതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. H ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഈ പറയുന്ന ഉയരത്തിൽ നിന്നും താഴോട്ട് സഞ്ചരിക്കുകയാണേ. അപ്പൊ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതി ദൂരം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ്. കറക്റ്റ് ആ ഒരു ലോജിക്ക് ചിന്തിച്ചാൽ 1:1 ആണ്. ആ ലോജിക്ക് എത്ര പേര് ചിന്തിക്കുന്നു എനിക്കറിയത്തില്ല. D ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉയരത്തിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ സ്ഥിതികോർജം നമുക്കറിയാം, താഴോട്ട് വരികയാണ് ഗതികോർജം. അങ്ങനെ വരുന്ന സമയത്ത്
അതിന്റെ നേരെ പകുതി ദൂരം എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾ ലോജിക്കലിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം നമ്മൾ അനുപാതം എന്ന് പറഞ്ഞാൽ പകുതി ആയിട്ടുള്ളൂ. അപ്പൊ സ്ഥിതികോർജ്ജം പകുതി ഗതികോർജ്ജം പകുതി എന്നുള്ള ലെവലിൽ ചിന്തിച്ചിട്ട് 1:1 നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത്. ഇനി അതിന്റെ സയൻസ് എന്താണെന്ന് സയൻസിന് ടീച്ചേഴ്സിനോട് ചോദിക്കട്ടെ നിങ്ങൾ. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞാണ്. ഇതിപ്പോ ഞാൻ എക്സാം ചെയ്താണെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുക. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദതരംഗം, എന്നിട്ട് ഞാൻ കറക്കി കുത്തുകയും ചെയ്യും. ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. നോക്കൂ, ശബ്ദതരംഗങ്ങളുടെ പ്രവേഗം. അപ്പൊ അത് താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയുടെ ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. SCERT പാഠഭാഗങ്ങളൊക്കെ വായിച്ചവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ആരോഹണ ക്രമത്തിലാണല്ലോ എഴുതേണ്ടത് അല്ലെ. ആദ്യം വായുവാണ്. ഇവിടെ ശുദ്ധജലമുണ്ട്, സമുദ്രജലമുണ്ട്. ആദ്യം വായുവാണ്, ഒരു സംശയം ആർക്കില്ല. ഈ പറയുന്ന ശബ്ദതരംഗങ്ങളുടെ പ്രവേഗം ആരോഹണ ക്രമത്തിൽ എഴുതുന്ന സമയത്ത് വായു. അപ്പോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വായു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധജലമാണോ വരിക? ഇനി അതല്ല ഈ പറയുന്ന സമുദ്രജലമാണോ വരിക? നോക്കൂ, ശുദ്ധജലമല്ലേ വരിക. അപ്പൊ ശുദ്ധജലമാണ് രണ്ടാമത്തെ വരിക അല്ലെ. രണ്ടാമത്തെ ശുദ്ധജലമാണ്. ഫസ്റ്റ് വായുവാണ്, മൂന്നാമത്തെ സമുദ്രജലമാണ് വരിക. അപ്പൊ എങ്ങനെയാണ്? അതും ലോജിക്കിലൊക്കെ ചിലർ ചെയ്യും. 2, 1, 3 ഓപ്ഷൻ എ ആണ് അല്ലെ. അതും ലോജിക്കലി ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത നോക്കൂ, നമ്മൾ ആ കറണ്ട് അഫയേഴ്സ് ക്ലാസ് പറയാണ്, സന്തോഷമുള്ള ചോദ്യമാണ്. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ സന്തോഷമാണല്ലോ. ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം കൃത്യമായിട്ട് അന്ന് ലക്ഷവും ദശലക്ഷം ഒക്കെ പറഞ്ഞപ്പോൾ പിള്ളേരോട് പറഞ്ഞാണ് 1% ഏതൊക്കെയോ പുസ്തകത്തിനകത്ത്, ഞാൻ ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞില്ല, ഏതൊരു പുസ്തകത്തിനകത്ത് അങ്ങനെ 10% ഞാൻ കണ്ടിട്ട് പിള്ളേർ ചോദിച്ചിരുന്നു അത് തെറ്റല്ലേന്ന്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ആദിത്യയുടെ ക്ലാസ്, യൂട്യൂബ് ക്ലാസ് 2 പ്രാവശ്യം എടുത്തു. ടെലഗ്രാം ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1%. ഓക്കെ, ആദിത്യ L1 അല്ലെ. യെസ്. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്ത ഏതാണ്? പഠിച്ചവർക്കേ കിട്ടത്തുള്ളൂ, സ്കിപ്പ് ചെയ്യുക. NLCIL ആണ്. ബാക്കിയൊന്നും എനിക്ക് ധാരണയില്ല. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഗൂഗിൾ പറയുന്ന പ്രകാരം NLCIL ആണ് ഇതിനകത്ത് അല്ലാത്തത്. ഓക്കെ, അപ്പൊ അതില്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ് 2. അപ്പൊ അത് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം നമുക്ക് നോക്കട്ടോ. സ്കിപ്പ് ചെയ്യാം, എനിക്ക് അറിയത്തില്ല, ഗൂഗിൾ പറഞ്ഞ് വെച്ചിട്ട് പറഞ്ഞാണേ. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? സ്പോഞ്ച് അയൺ എവിടെ ഉപയോഗിക്കുക? സാധാരണ യൂറിയക്കാണോ, സൾഫർ ഡയോക്സൈഡ്, നൈട്രിക് ആസിഡ്, അമോണിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. എവിടെയാണ്? അമോണിയക്കാണ് ഉപയോഗിക്കട്ടോ, അമോണിയക്കാണ്. വായിച്ചിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണേ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? നമ്മുടെ പാട്ട് പിള്ളേര് എപ്പോഴും മനസ്സിൽ ഓർക്കുകയും ഒരു 1, 2, 3 വർഷമായിട്ട് യൂട്യൂബിൽ പാടുകയും ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ഇടയ്ക്ക് വരുമ്പോൾ സന്തോഷമാണ്. കഴിഞ്ഞ 2, 3 ആഴ്ച മുമ്പാണ് എക്സാമിന് ചോദിച്ചു, സിംഗ് കലാമിൻ ലഡ് ഗലീന, സിംഗ് കലാമിൻ ലഡ് ഗലീന. അപ്പൊ സിംഗ് കലാമിൻ ലഡ് ഗലീന, സിംഗ് കലാമിൻ ലഡ്. നേരത്തെ പറയും മാലക്കണ്ണേ ബെറി ബെറി ബിയും സ്കർവീസിയും ഡിക്കണയും. ഈ 2 ചോദ്യങ്ങൾ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനുകളും വരുന്നതുകൊണ്ട് സമാധാനമുണ്ട്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പഠിപ്പിച്ച ആ സമയത്ത് ഹൈഡ്രജൻ ഓക്സിജൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. തെറ്റോ ശരിയോ? 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ശരിയാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. ശരിയായ പ്രസ്താവനയാണ്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. തെറ്റായ പ്രസ്താവനയാണല്ലോ. തെറ്റായ പ്രസ്താവന. ഡ്രൈസെൽ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അപ്പൊ ഇവിടെ സി തെറ്റായത് കൊണ്ട് ഇനിയിപ്പോ അഥവാ ഡി അറിയില്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നല്ലേ ഓപ്ഷൻ എടുക്കാൻ പറ്റൂ. അപ്പൊ അറ്റോമിക് നമ്പർ, അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ശരിയാണെന്ന് ചിന്തിക്കും. ഒന്നല്ലേ ഉള്ളത്. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ വ്യത്യസ്തമായ മൂലകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് ഡി ഒക്കെ എഴുതുക. കാരണം ഡി നമുക്ക് ഒരു ധാരണയില്ല ചിലർക്ക്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. സി ആണ് ഉത്തരം. അപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പരീക്ഷകളിൽ ഇനിയുള്ള എക്സാം എഴുതുന്നവർ അങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് അല്ലെ, ഓർമ്മയുണ്ടല്ലോ. ബാംഗ്ലൂർ ജോലി ചെയ്യുന്നതിന് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ടെക്കികളെ കുറിച്ച്. ബ്രെയിൻ ഹെൽത്ത് വേണ്ടത് ടെക്കികൾക്കാണ്, ബാംഗ്ലൂരാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാണ് ബാംഗ്ലൂർ. സമാധാനം. ഇങ്ങനെ ചില കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ സന്തോഷമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? എല്ലാവർക്കും അറിയാം, പ്രഗ്യാനാണ് റോവർ അല്ലെ. ലാൻഡർ വിക്രമാണ്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിൽ ഈ എക്സാമിന് 2 ദിവസം മുമ്പ് പറഞ്ഞാണ്. ഏതായിരുന്നു? മിഴാവ്. മിഴാവ്. സന്തോഷം. അടുത്ത നോക്കൂ, 1923 രചിക്കപ്പെട്ട ഭൂതരായൻ എന്ന നോവലിന്റെ കർത്താവാണ്? നല്ലൊരു ചോദ്യമാണ്. ഭൂതരായൻ, ഭൂതരായൻ എന്ന് പറയുന്ന എന്താ പറയാ നോവലിന്റെ കർത്താവ് അല്ലെ ആരാണ്? രാമവർമ്മൻ അപ്പൻ തമ്പുരാനാണ്. അപ്പൻ തമ്പുരാൻ. ഭൂതം അപ്പൻ തമ്പുരാൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഭൂതരായൻ അപ്പൻ തമ്പുരാൻ. വെട്ടത്തു സമ്പ്രദായം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. PSC സ്ഥിരം PY എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്താണ്?
കഥകളിയാണ്. നോക്കൂ, വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്തു സമ്പ്രദായം കഥകളിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കഥകളിയാണ്. അപ്പൊ ഈ കലാ സാഹിത്യ സാംസ്കാരികത്തിലെ 3-4 ചോദ്യങ്ങള് അപ്പോ സന്തോഷപൂർവ്വം എന്ത് ചെയ്യാം, ഈ കഴിഞ്ഞ ഒരാഴ്ച വെറുതെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു, അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പിയുടെ മേഘരൂപൻ അതിനകത്ത് ഇല്ല, പക്ഷെ പിയെ കുറിച്ചൊക്കെ മുൻകാലങ്ങളിൽ ചോദിച്ചവർക്ക് കുറച്ച് PYക്ക് ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും. P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത, എന്റെ ഓർമ്മയിൽ ഇത് PYക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, PYക്ക് നോക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ആറ്റൂർ രവിവർമ്മയുടെ ആണ്. റഫീഖ് അഹമ്മദ് അല്ല എന്ന് ചിലർക്ക് ഒരു ധാരണ വെച്ചിട്ടൊക്കെ മുരുകൻ കാട്ടാക്കട, ഗിരിജ എന്ന പേര് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ 4 ഓപ്ഷൻ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ ചിലർ കറക്കി കുത്താനൊക്കെ തയ്യാറായവർക്ക് ആറ്റൂർ രവിവർമ്മ കറക്കി കുത്തിയിട്ടുണ്ടാവും, അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. എനിക്കിങ്ങനെ പരീക്ഷ ഇങ്ങനെ തോക്കും, എനിക്ക് ആക്ച്വലി ഇത് അറിയില്ല എങ്കിലും മുരുകൻ കാട്ടാക്കട ആവാൻ സാധ്യതയില്ല, റഫീഖ് അഹമ്മദ് ആവാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കും. P കുഞ്ഞിരാമനെ കുറിച്ച് മേഘരൂപൻ, പിന്നെ ഗിരിജനെ കുറിച്ച് വലിയ പരിചയമില്ല, ആറ്റൂർ ഇങ്ങനെ രണ്ടുപേരും നോക്കി ചിലപ്പോൾ കർപ്പിച്ചിട്ടുണ്ടോ. അങ്ങനെ കർപ്പിച്ച ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേരി വെച്ച് നമ്മൾ നേടിയ സമയത്ത് കൃത്യമായിട്ട് വർഷങ്ങൾ പറഞ്ഞാണ്, എല്ലാവർക്കും അറിയാം. ഒരു സ്ഥിരം GK ചോദ്യമാണ് 1973. നോക്കൂ, 2023 അണ്ടർ-17 ഫിഫ, ഇതും ഈ പറഞ്ഞ പോലെയാണ്. ഇന്ത്യയിലല്ല, നിങ്ങൾക്കറിയാം, ഇന്ത്യയാണ് നിങ്ങൾ ഓട്ടോയിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഖത്തറില് മെയിൻ വേൾഡ് കപ്പ് നടന്നുകൊണ്ട് തന്നെ ഖത്തറിൽ ഇങ്ങനെ 17 ഫിഫ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ AFC പഠിച്ചിരുന്നു അല്ലെ, ഏഷ്യൻ ഫുട്ബോൾ കപ്പ് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു, അതൊക്കെ പഠിച്ചിരുന്നു. ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, ഇതിങ്ങനെ ഡൗട്ടായി കളിക്കും ചിലർക്കൊക്കെ. അപ്പൊ ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരിക്കും, എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. ഇന്തോനേഷ്യ ടെലഗ്രാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇന്തോനേഷ്യ എന്ന്. അതുപോലെ തന്നെ ഉറുഗ്വേ പറഞ്ഞിട്ടുണ്ട്. ഉറുഗ്വേ എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? അർജന്റീനയെ പറഞ്ഞത്. ഉറുഗ്വേ കപ്പടിച്ച് അണ്ടർ-19 ആണെന്ന് തോന്നുന്നു. ഓർമ്മയുള്ളവര് കമന്റ് ചെയ്യണം. അണ്ടർ-19 ഉറുഗ്വേയിൽ തോന്നുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇന്തോനേഷ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് കിട്ടേണ്ടതാണ്. അപ്പൊ പറയാത്ത കറണ്ട് അഫേഴ്സ്, ആകെ കറണ്ട് അഫേഴ്സ് വളരെ കുറവാണ് ചോദിച്ചിട്ടുള്ളതിൽ, അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഇതും നമ്മൾ പറഞ്ഞ കറണ്ട് അഫേഴ്സ് ആണ്. എല്ലാവർക്കും അറിയാം, 2023 ബാലസാഹിത്യ പുരസ്കാരം പ്രിയ AS കൃതി ഏതായിരുന്നു? കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ 2023 ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു അല്ലെ, പ്രിയ AS. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കിട്ടും. സെൻസിറ്റീവായ നല്ലൊരു ചോദ്യമാണ്. നമുക്കിനി IT-യിലേക്ക് വരാം അല്ലെ. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി, സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡേഷ് ആണ് അല്ലെ. ഇതും ഈ പറയുന്ന രൂപത്തിൽ PYക്ക് നോക്കിയവർക്ക് കിട്ടും. ഇതൊരു സ്പാം ആണെന്ന് പറയും അല്ലെ. സ്പാം എന്നല്ല പറയാ, ഫിഷിംഗ് എന്നാണോ പറയാ? വലിയ രൂപത്തില് സ്നോ എന്നാണ് പറയാ. ഹാക്കിംഗ്, വൈറസ്, ഫിഷിംഗ്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ, അപ്പോ അതിന്റെ ഉത്തരങ്ങൾ എന്താണ് വരുന്നത്? ഫിഷിംഗ് ആണ് അല്ലെ. അപ്പോ ഡൗട്ടാണ് എനിക്ക്, ഫിഷിംഗ് ആണോ സ്പാം ആണോ? ഞാനതിവിടെ ഡൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 59 കേട്ടോ, കമന്റ് ചെയ്യേ. ഫിഷിംഗ് 59-ാമത്തത്. ദെൻ സ്പാം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആകർഷകമായ രീതിയിൽ അജ്ഞാത വ്യക്തി, ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്. ഓക്കെ, ഒരു ഡൗട്ടാണ് കേട്ടോ, ഇത് എന്റെ ഡൗട്ടാണ്. ക്വസ്റ്റ്യൻ തെറ്റെന്നല്ല പറഞ്ഞത്, എനിക്കൊരു ഡൗട്ട് ഉള്ളതാണ്. തൽക്കാലം ഞാൻ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തത് കൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഏതാണ്? ഫയർവാൾ, ബ്രിഡ്ജ്, ഹബ്ബ്, റൂട്ടറാണത്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയ വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നെറ്റ്വർക്കുകൾ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് റൂട്ടറാണ്. ഓക്കെ, 59 കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യണേ. 59 നേരത്തെ പറഞ്ഞ ഫിഷിംഗ് ആണോ സ്പാം ആണോ ഡൗട്ട് ഉണ്ട്. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്ഥാപനങ്ങളുടെ ആൻസർ കീ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഫിഷിംഗ് ആണെന്ന് തോന്നുന്നു. ഇനി അതല്ലെങ്കിൽ അത് പറഞ്ഞ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് സാധാരണ മെസ്സേജ് വരുന്നത് സ്പാം മെസ്സേജ് എന്നല്ല പറയും നമ്മൾ, മെയിലിൽ വരുന്നത്. അപ്പൊ ഇത് അങ്ങനെ ആയതുകൊണ്ട് ഫിഷിംഗ് ആണ്. PYക്ക് ഫിഷിംഗ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ മുമ്പ് ടെലഗ്രാം ക്ലാസ്സിൽ ഫിഷിംഗ് ഒക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഫിഷിംഗ് ആണ്. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലെ. അപ്പൊ യൂട്ടിലിറ്റി ആണ്. ഇത് നമ്മൾ പ്രത്യേകം പഠിച്ചാണ്. അപ്പൊ IT-യിൽ ഈ 3 ചോദ്യങ്ങൾ സാധാരണഗതിയിൽ IT ഒന്നും പഠിക്കുന്നത് വരാറില്ല, പക്ഷെ ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ,
ഡാം ഒരു ഡാഷ് ആണ്. ഡാം ഏത് ഡാമാണ്? മുല്ലപ്പെരിയാർ ഡാമാണ്. DAAM ഡാം ഒരു ഡാഷ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു മാൽവെയർ ആണ് ഡാം. ഇതും PYQ ആണ്. മാൽവെയർ ആ ഡാം കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചാണ്. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികതയുടെ പേര് ഓഗ്മെന്റ് റിയാലിറ്റി. ഇത് നമ്മളിപ്പോ 24 റിപ്പോർട്ടർ ചാനൽ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ വന്നത്. ഓക്കെ, കാരണം ഈ ചാനലുകൾ വന്നതിന് ശേഷം നമുക്ക് ഇത് പഠിച്ചില്ല എങ്കിൽ കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ശിരൂരിലെ കേസ് ആയിക്കോട്ടെ, വേറെ ഓരോ കേസിലും ഇവർ ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ അവതരിപ്പിക്കില്ല. വിമാനമൊക്കെ ഇങ്ങനെ പറന്ന് വന്ന് അരുൺകുമാർ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഇറങ്ങുന്ന കണ്ടതാണ് നിങ്ങളെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? ഇത് സ്ഥിരം ചോദിക്കുന്നല്ല. ചൂഷണത്തിനുള്ള അവകാശം. കഴിഞ്ഞ എക്സാമിൽ ഇതേ ചോദ്യം ചോദിച്ചു, സെയിം. അതുപോലെ പോക്സോയുടെ 18 വയസ്സും സെയിം ക്വസ്റ്റ്യനാ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നോക്കൂ, പഠിച്ചു വെക്കണം. ആ സെക്ഷനുകളൊക്കെ അടുത്ത ഘട്ടത്തിലുള്ളവർ കൃത്യമായിട്ട് തന്നെ എഴുതിയെടുത്ത് ചുമരമലൊക്കെ ഒട്ടിച്ച് പഠിക്കട്ടോ. ഓക്കെ, എന്താണ് 1990 ദേശീയ വനിതാ കമ്മീഷന്റെ നിയമത്തിലെ 10ാം വകുപ്പാണ് വരുന്നത്. ഓപ്ഷൻ A ആണ് കേട്ടോ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? നല്ലൊരു ചോദ്യമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കാവും. മജിസ്ട്രേറ്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ പ്രാദേശിക NGOക്കല്ല, പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കാണ് ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റുക. ഓക്കെ, ആ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. നിയമങ്ങൾ കീറി മുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ പഠിക്കണം. ഞാൻ ക്ലാസ് എടുത്ത് തരും. ഇത് വെച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലാവുമ്പോഴത്തേക്കും എക്കണോമിക്സിലെയും സുപ്രധാന നിയമങ്ങളെയും കേരള ഗവൺമെന്റിലെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കണം. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പ് കണ്ടോ, വീണ്ടും വകുപ്പ്. വിവരാവകാശ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പഠിച്ച ഒരാൾക്ക് തന്നെ നോക്കൂ, ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാ ഷീറ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചിലക്ക് ഇത് പഠിച്ചൊരു ഓർമ്മ വെച്ചിട്ടും നന്നായിട്ട് പഠിച്ചു പോയാൽ ആ പരീക്ഷയുള്ള സമ്മർദ്ദം കാരണം ഇത് സ്കിപ്പ് ചെയ്യായിരിക്കും മിക്കവാറും ചെയ്തിട്ടുണ്ടാവുക. അതല്ല വേറെ രീതിയിൽ നെഗറ്റീവ് ആവും. എല്ലാം ശരിയാട്ടോ. അടുത്ത് നോക്കൂ, 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങള് പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ, പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. അത് നമുക്കറിയാം. ഇവിടെ 60 ദിവസം, 30 ദിവസം, 90 ദിവസം, അതൊരു ലോജിക്കിൽ തന്നെ കിട്ടിയാൽ നമുക്ക് 1 വർഷം വരില്ല, 90 ദിവസം വരില്ല. ഏറ്റവും സ്പീഡിൽ അല്ലെ 30 ദിവസമാണ് നമുക്കറിയാം. അത് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ, ശരിയാക്കിയിട്ടുണ്ടോ വിചാരിക്കുന്നു. ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഒരുപാട് തവണ ചോദിച്ചു. 18 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാണ്? സ്ഥിരം ചോദിക്കുന്നതുകൊണ്ട് രേഖാ ശർമ്മ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, ഇനി അടുത്ത പുതിയ ആള് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരീക്ഷയോട് മൂപ്പരാളായിട്ട് വരിക. ഇനി നമുക്ക് മാത്സ് ആണ്. മാത്സിൽ ഞാൻ ജസ്റ്റ് ആൻസർ ഒന്ന് പറയാം. നിങ്ങളൊന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ, ജസ്റ്റ് ഒന്ന് പറയാം. 71ാമത്തെ ക്വസ്റ്റ്യൻ A കോഡാണ്. 71ാമത്തത് C ആണ്. 6 ആണ് വരിക. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക 1800 ആണ് വരിക. C ആണ് വരിക. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പതിന്റെ വർഗ്ഗമാണ് 2500? ഇതിന് മാത്സിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഫസ്റ്റ് നോക്കിയാൽ മതിയെ. 73, 17 ആണ് വരിക. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 27 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്രയാണ്? C ആണ്. 5160 ആണ് വരിക. ചെക്ക് ചെയ്യണേ. C. 75ാമത്തെ ചോദ്യം B4 ആണ്. ദെൻ 76ാമത്തെ ചോദ്യം ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. 76ാമത്തെ C ആണ്. 440. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4. 77ാമത്തെ ചോദ്യം അല്ലെ, 144 ആണ്. 74ാമത്തെ ചോദ്യം ഇതിനകത്ത് തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 74ാമത്തെ ചോദ്യം ഏതാണ്? 74ാമത്തത് 4160. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 27 രൂപ നിക്ഷേപിച്ചാൽ ആൻസർ കീ ഞാൻ എഴുതിയപ്പോൾ പിശകായിരിക്കും. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ 4100 കേട്ടോ. 74. ഓക്കെ, 4160 ആണ്. അപ്പൊ 4160, 5160 അല്ല. ഓക്കെ, സോറി. യെസ്, 4160. 75B, 76 440, 77 144. ശരിയല്ലേ? ചെയ്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ഒരു സംഖ്യയുടെ 1 കൂട്ടിയതിന്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്രയാണ്? 78. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? 80. യെസ്. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ്? അപ്പൊ നിങ്ങൾക്ക്
ഈ പറയുന്ന നമ്മുടെ കഴിഞ്ഞ എക്സാമിന് വെച്ച് നോക്കുന്ന സമയത്തിലെ നിങ്ങൾ വൃത്തം, കോണുകള് ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചു പോയില്ലെങ്കിൽ ഇന്നത്തെ എക്സാമിനും മാത്സ് നല്ല പ്രയാസമായിരിക്കും. ആ ചാപ്റ്റർ ഒക്കെ വിട്ടവരൊക്കെ ഉണ്ടാവും. അവരുടെ കാര്യം ഇന്നത്തെ പരീക്ഷയുടെ കട്ടപ്പൊക്കെയായിരിക്കും. ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, എന്താ സ്ഥിതിന്ന്. ദെൻ എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്രയാണ്? ഇത് ഞാൻ ജസ്റ്റ് പറയാൻ ചെയ്യേണ്ട മെത്തേഡൊക്കെ മാത്സിന്റെ സാർമാർ വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾ നോക്കണേ. 50 ഡിഗ്രി ആണ് വരിക. 50 ഡിഗ്രി അല്ലേ വരിക? യെസ്. അടുത്തത് മലയാളം, നമ്മൾ ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ കാര്യമാണ്. മലയാളം എനിക്ക് വലിയ പ്രയാസം തോന്നുന്നില്ല. മലയാളം കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഓക്കെയാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. 81ാമത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സി ഹാൻഡ് കർച്ചീവ്സ്. സി അല്ലേ വരിക? ഹാൻഡ് കർച്ചീവ്സ്. സി അല്ലേ വരിക? ഹാൻഡ് കർച്ചീവ്സ്. 81 ഹാൻഡ് കർച്ചീവ്സ് അല്ലേ വരിക? അതിനകത്തൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. 81 എന്റെ ഡൗട്ടാണ്. ഹാൻഡ് കർച്ചീവ്സ് എന്നുള്ളത് ഇവിടെ എയും ബി, എന്താ പറയാ, സോറി, എയും സിയും ഹാൻഡ് HAD ഇത് രണ്ടും ഒരേ സ്പെല്ലിംഗ് ആണല്ലോ. ഹാൻഡ് കർച്ചീവ്സ് അല്ല, ഇത് എഫ് ആണ്, സോറി, ഇവിടെ അല്ല. ഹാൻഡ് കർച്ചീവ്സ് സിയും ഡിയാ, ബിയും ഹാൻഡ് കർച്ചീവ്സ്. ഇതെന്താണെങ്കിലും ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാനത് അവിടെ വെക്കുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കൂട്ടുകാർ. ഏതെങ്കിലും നമ്മുടെ ഫൈനൽ ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീ ഇപ്പൊ വരും. അപ്പൊ അതിന്റെ ആ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? നോക്കൂ, 82ാമത്തത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? എന്താ ഉത്തരമായിട്ട് വരിക? എ മാൻ ഹു പ്രിവെന്റ്സ് അതർ ഫ്രം എൻജോയിങ് സംതിങ്. അല്ലേ? എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി എന്നാണ് എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ആണ്. സ്പോട്ട് ദ എറർ. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. നോ എറർ. നോ എറർ അല്ല ഇതിനകത്ത്. ബട്ട് ഹി എന്ന് പറയോ? ബട്ട് ഹി എന്ന് പറയില്ലല്ലോ. ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ്. നോക്കൂ, അടുത്തത് ഇതിന്റെ അർത്ഥമാണ് അല്ലെ. ഫേക്ക് ഉണ്ട്, എക്സാക്ട് കോപ്പി ഉണ്ട്, വൈഡ് വ്യൂ ഉണ്ട്. അപ്പോ നമ്മളെ വിക്കിപീഡിയ പ്രകാരം, സോറി, ഡിക്ഷണറി പറയുന്ന പ്രകാരം ബി എക്സാക്ട് കോപ്പിയാണ് അല്ലെ. എക്സാക്ട് കോപ്പിയാണ്. 85 ഏതാ വരുന്നത്? 85 ഓപ്ഷൻ. 85ാമത്തത് ഡി ആണ്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു, അതായത് റിപ്പോർട്ട് സ്പീച്ച് ആണ്. ഡി ആണ് വരിക. 26 നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ്. ആകെ ഒരു സമാധാനമുള്ള ചോദ്യമാണ്. സത്യനാഥന്മാർ നിങ്ങളോട് പറയാലോ, ക്വസ്റ്റ്യൻ ടാഗ് കാണുമ്പോൾ ഒരു സമാധാനമാണ്. നൺ ഓഫ് ദ വർക്ക്മെൻ, അവിടെ നൺ ഓഫ് ഉള്ളതുകൊണ്ട്, നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഡിഡ് ദേ. സമാധാനം ഉണ്ട്. തെറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു ചോദ്യം ഉത്തരം കിട്ടി. ലെപ്റ്റോസ്പൈറോസിസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇത് റാറ്റുമായി ബന്ധപ്പെട്ട എലിപ്പനി എന്നുള്ളത് ഇത് ഇംഗ്ലീഷ് ചോദ്യമാണോ GK ആയതുകൊണ്ട് 2 ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും കിട്ടിയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വെർത്ത് 2 ഇൻ. വെരി ഗുഡ്. ഇത് നമ്മൾ പഠിച്ചാണ്. ഇത് നമ്മൾ പ്രത്യേകം പഠിച്ചാണ് അല്ലെ. ഇത് ഇഡിയംസിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇത് ഇവിടെ ഉപകാരപ്പെട്ടു. അതുകൊണ്ട് എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വെർത്ത് 2 ഇൻ ദ ബുഷ്. ഇന്നത്തെ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ 3 മാർക്ക് സന്തോഷപൂർവ്വം നമ്മൾ വാങ്ങായിരുന്നു. കാരണം നമ്മൾ അടുത്ത ഹീസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. ഏതാണ് വരിക? 89ാമത്തത്. ഹീസ് ബീങ് അക്യൂസ്ഡ് ഓഫ് നമ്മൾ പറഞ്ഞാണ്. അക്യൂസ്ഡ് ഓഫ് ആവും. അതും കിട്ടി. അപ്പൊ 4 മാർക്ക് ഇംഗ്ലീഷിൽ ഒരു കിട്ടൽ തന്നെയാണത്. പിന്നെ അതിന് മുമ്പ് റിപ്പോർട്ട് ഉണ്ട്, റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടല്ലോ, അതും കിട്ടും. ചേഞ്ച് ദ വോയിസ്. അപ്പൊ 6 മാർക്ക് കിട്ടണതാണ്. ദേ ഹാവ് കോൺടാക്റ്റഡ് എവ്രി വൺ കൺസേൺ അല്ലെ. 90ാമത്തെ ചോദ്യമാണല്ലോ. എന്താ വരിക? എവ്രി വൺ കൺസേൺ ഹാസ് ബീൻ കോൺടാക്റ്റഡ്. സി അല്ലേ വരിക? ഹാസ് ബീൻ അല്ലേ വരിക? യെസ്. അപ്പൊ അതും കിട്ടും. അപ്പൊ ഒരു 6 മാർക്ക് ഇംഗ്ലീഷിൽ ഓക്കെയാണ്. എന്റെ കാര്യത്തിലാണ്. എനിക്ക് ഇംഗ്ലീഷിന്റെ കാര്യം വിശദമായിട്ട് പറയാൻ അറിയില്ല. അത് നിങ്ങൾ നോക്കുക. മലയാളം നോക്കാം നമുക്ക്. മലയാളം പെട്ടെന്ന് കഴിയും. ഓക്കെ, അത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് ഇംഗ്ലീഷ് ഏതെങ്കിലും തിരുത്തുണ്ടെങ്കിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് നോക്കും. താഴെ പറയുന്ന നിങ്ങൾ കമന്റ് ചെയ്തോ. താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗം ഏതാണ്? കുട്ടികൾ കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട. ഞാൻ തെറ്റ് വായിക്കുന്നില്ല. ഇതിനകത്ത്
കുട്ടികൾ പഠിക്കുന്നതിനും കളിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അതാണ് ശരിയായത്. ഓക്കെ, കുട്ടികൾ പഠിക്കുന്നതിനും കളിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പൂജക ബഹുവചനം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സ്വാമികൾ എവിടെ പോകുന്നു അല്ലേ, നമ്മൾ പറയാറില്ലേ സ്വാമികൾ എങ്ങോട്ടാണ് എന്നൊക്കെ പറയുന്ന മാതിരി പൂജക ബഹുവചനം അല്ലെ, അവനും അവളും അതൊന്നും വരില്ല. അപ്പൊ സ്വാമികൾ. വേദത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാണ് വൈദികം. ചിലത് സന്തോഷം തരുന്നതാണ്. മലയാളത്തിൽ നിന്ന് ഒരുപാടെണ്ണം നമ്മുടെ ടെലഗ്രാം ക്ലാസ്, നമ്മുടെ മലയാളം ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ 2-3 കിട്ടിയപ്പോൾ സന്തോഷം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ക്ഷണികം. ക്ഷണികം അത് നിങ്ങൾക്ക് ലോജിക്കിലൊക്കെ കണ്ടത് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ക്ഷണികം ഏതാണ് വരുന്നത്? ശാശ്വതം അല്ലെ, ശാശ്വതം. പെട്ടെന്ന് ക്ഷണികം എന്നുള്ളത് ശാശ്വതമായി നിൽക്കാതെ വെച്ച് വെക്കുക. ദെൻ നിലാവ് നമ്മൾ അടുത്ത പഠിച്ചാണ്. ചന്ദ്രിക, കൗമുദി, ശരിയായ പദങ്ങൾ അതും നമുക്ക് കിട്ടുന്നതാണ്. നിലാവ്, ചന്ദ്രിക, ദെൻ കൗമുദി. അമ്പലം വിഴുങ്ങ ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്. നിലാവ് നമ്മൾ പറയാണ്. അമ്പലം വിഴുങ്ങ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയും ടെലഗ്രാമിൽ പറഞ്ഞാണ്. ഏതാണ്? മുഴുവൻ കൊള്ളയടിക്കുക, അമ്പലം വിഴുങ്ങി. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. ഇതെല്ലാവർക്കും കണ്ടൊരു പരിചയം വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ ഡിയും എയും എല്ലാം ഉറപ്പാണ്. പിന്നെ ഭഗവത് ഗീതയാണോ ഭഗവത് ഗീതയാണെന്ന് ഡൗട്ട് ആയിരിക്കും. സി ആണ് വരിക, ഭഗവത് ഗീതയാണ് കേട്ടോ. ഭഗവത് ഗീതയല്ല, ഭഗവത് ഗീതയാണ്. വിണ്ടലം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന വിണ്ടലം. വിൺ പ്ലസ് തലം. ഒരുപാട് തവണ ഞാൻ നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിൽ പിള്ളേരോട് പറഞ്ഞാണ്. വിൺ പ്ലസ് തലം നമുക്കറിയാം. തലവേദന അതും നമ്മൾ ഡിസ്കസ് ചെയ്ത. തലവേദന എന്താ? തലവേദന പരീക്ഷകളില് തലയുടെ വേദനയാണോ തലയിലെ വേദനയാണോ? ഇതെല്ലാവരും കിട്ടിയിട്ടുണ്ടോ? തലയിലെ വേദനയാണ് അല്ലേ, തലയിലെ വേദന അല്ലേ? യെസ്. അപ്പൊ അടുത്തത് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം. ഇത് പഠിക്കാത്തവർക്ക് കിട്ടാൻ സാധ്യതയില്ല. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം മാലേയമാണ്. മാലേയമല്ല, മാലേയമാണല്ലോ. മാലേയം, ഗോരോചനം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കൂട്ടുകാർക്ക് ഇതിന്റെ കട്ട് ഓഫിനെ കുറിച്ചായിരിക്കും പറയാനുണ്ടാവുക. കട്ട് ഓഫിനെ കുറിച്ച് ഇപ്പം നമ്മളൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളുടെ മാർക്ക്, യഥാർത്ഥത്തിലുള്ള മാർക്കൊന്നുമില്ല, കമന്റ് ചെയ്യുക. യൂട്യൂബിനകത്ത് കാണാം 90 ഉണ്ട്, 85 ഉണ്ട്, 79 ഉണ്ട്, 88 ഉണ്ട്. ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ 98 ഉണ്ട്, കിട്ടുമോ എന്നായിരുന്നു. OBC ആണ്, 90 ഉണ്ട്, ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ഇതൊക്കെ വരട്ടെ. ആകെ മൊത്തം തിരുവനന്തപുരം ജില്ല വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് സമഗ്രമായി വിശകലനം ചെയ്യണം, തിരുവനന്തപുരം ഇതുകൂടി വെച്ചുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ആ കാര്യങ്ങള് കട്ട് ഓഫിനെ കുറിച്ചൊന്നും പറയാൻ പ്രഗത്ഭരായ നമ്മുടെ അധ്യാപകരൊക്കെ ഉണ്ട്. അവർ പറയും കട്ട് ഓഫിനെ കുറിച്ച്. ഞാൻ പറയാൻ ആളല്ല. അപ്പൊ മൊത്തത്തില് കട്ട് ഓഫിനെ കുറിച്ച് അപ്പുറം നമുക്ക് അടുത്ത പരീക്ഷാ ഘട്ടത്തിലുള്ളവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരുപാട് ചൂണ്ടുപലകളാണ് കൂട്ടുകാരുള്ളത്. ഒന്നാമത്തെ കാര്യം എക്കണോമിക്സിന്റെ കാര്യം. നിങ്ങൾ കാര്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണ വേണം. വളരെ വിശദമായിട്ട് കേരള ഗവേണൻസ് സുപ്രധാന നിയമങ്ങൾ നല്ല രൂപത്തിൽ തന്നെ പഠിക്കണം. നമുക്ക് സുപ്രധാന നിയമങ്ങൾ വളരെ നല്ല രൂപത്തിൽ ആ കാര്യങ്ങൾ പഠിക്കണം. കറണ്ട് അഫേഴ്സ് പഠനം എങ്ങനെ പോയാലും നമ്മൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരും, അതവിടെ നിൽക്കട്ടെ. മാത്സിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്സ് നിങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന ട്രിഗണോമെട്രി അല്ലെങ്കിൽ ഈ പറയുന്ന ജാമിതി രൂപങ്ങളൊന്നും ആ രൂപത്തിൽ പഠിക്കാത്തവർ അത് നന്നായിട്ട് പഠിക്കണം. SCERT ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് നോക്കണം. അടുത്ത ഘട്ടം ചിലപ്പോൾ ഇത് ചോദിച്ചോളന്നില്ല. അതിന്റെ കാര്യം. പിന്നെ ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് PYQ തന്നെ നോക്കുക. ഇതൊക്കെയാണ്. അപ്പോ കട്ട് ഓഫിനെ കുറിച്ച് എനിക്കിപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സങ്കടപ്പെടും. അതുകൊണ്ട് കട്ട് ഓഫിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. ഇത് ആകെ മൊത്തം നോക്കിയിട്ട് ഒരു 20ഓളം ചോദ്യങ്ങൾ റൗണ്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ചോദ്യങ്ങൾ 20ഓളം ചോദ്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 20 ചോദ്യങ്ങൾക്ക് താഴെ പിടിക്കാം. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും ആ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് എത്ര വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല, കൊല്ലം ജില്ല, അവിടുത്തേക്ക് സാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് പറയണം. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള ഘട്ടങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു. അപ്പൊ എത്ര വരും കട്ട് ഓഫ്?